വിശുദ്ധീകരണത്തിൻ്റെ യോഗ്യതയാൽ തറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവവേദനെ നിന്നെയും നിന്റെ കുടുംബത്തെയും ഈശോനാമത്തെ ആശീർവദിക്കുന്നു. ഇന്ന് നിന്റെ ജീവിതം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, നീ ഭയക്കുന്ന വിഷയങ്ങൾ, ഇൻ്റർവ്യൂകൾ, ടെസ്റ്റുകൾ, യാത്ര ചെയ്തെത്തുന്ന ഇടങ്ങൾ, നിന്റെ ജോലിപ്പാടുകൾ, ശുശ്രൂഷ ഇടങ്ങൾ, കർത്താവിൻ്റെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരി, നിന്റെ ഉടമ്പടി വഴികളിലൂടെ നിന്നെ വേർപിരിയാതെ നിനക്ക് വേണ്ടി വാദിച്ചും നിന്നെ സപ്പോർട്ട് ചെയ്തും നിനക്ക് വേണ്ടി നീ ചെയ്യാനുള്ള ജോലി ഏറ്റെടുത്തും നിന്നെ സന്ധിക്കട്ടെ ദൈവവേദനെ. പിതാപുത്രനും പരിശുദ്ധാത്മാശ്രയിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പം നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവൻ ആരാണ്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നില്ലോ. അനുഭവത്തിലൂടെ കർത്താവ് ആരാണെന്ന് നമ്മൾ കണ്ടെത്താൻ ദൈവം നൽകുന്ന അവസരങ്ങളാണ് ജീവിതത്തിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളെന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് പറയണത് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് എപ്പോഴും നിനക്ക് ക്രിസ്തുവിനെ കുറിച്ചുണ്ടാകണം. സമൂഹത്തിന് ക്രിസ്തുവിനെ കുറിച്ച്, നിങ്ങളുടെ വീട്ടിൽ 5 ക്രിസ്ത്യാനികളുണ്ട്, നീയും അപ്പനും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം കൂടി 5 ക്രിസ്ത്യാനിയുണ്ട്. പക്ഷേ 5 ക്രിസ്ത്യാനിയും 5 ക്രിസ്തുവിനെയാണ് അറിയണത്. 5 ക്രിസ്തുവിനെ അതിൻ്റെ ഏറ്റവും ഷാർപ്പ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവിലേക്ക് നമ്മൾ ഓരോരോ രീതികളിൽ വളർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയുന്നു എന്നുള്ളത് നമ്മൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് എന്തറിയണമെന്നുള്ളതിൻ്റെ ഒരു ദൂരമാണ്. അത് ഈശോ ചോദിക്കുന്നുണ്ട്, ഞാൻ ആരാണെന്നാണ് മറ്റുള്ള ആൾക്കാരൊക്കെ പറയണത്. മത്തായി 16:13. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ജനങ്ങളിപ്പോൾ എന്തെല്ലാം, ഇപ്പം കർത്താവ് ഒരു പ്രവാചകനാണ് എന്ന് പറയും. അങ്ങനെ പല മനുഷ്യരും പല കാര്യങ്ങളും യേശുവിനെ കുറിച്ച് പറയും. അതൊന്നും നമ്മൾ ബാധിക്കുന്ന വിഷയങ്ങളേ അല്ല. ഇപ്പം ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയണമെന്ന് പറയുമ്പോൾ, ആ ജനങ്ങൾ പറയുന്ന ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല ക്രിസ്തു എന്താണെന്ന് ജനങ്ങൾ പറയുന്നു എന്നല്ല, ക്രിസ്തു എന്തല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. ആ കാര്യം നാളെ നിൻ്റെ നേരെ ചോദ്യം വരും. എന്താണ്? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ഇന്നല്ലെങ്കിൽ നാളെ വെടിപ്പും മെനയുമായിട്ട് ഉത്തരം കൊടുക്കാൻ നമ്മൾക്ക് തയ്യാറായിരിക്കണം. നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട വിഷയം എന്ന് വെച്ചാൽ, ക്രിസ്തുവിൻ്റെ ഒപ്പം